വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗ് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് അധികം നേരം വൈകാണ്ട് നേരെ വ്ളോഗിലോട്ട് പോകാം. പാറ്റേ അതിട്ട് നമ്മളെങ്ങനെ പോണേ? നമ്മൾ പാണിയേലിപ്പോരി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ദിവസം കാണിച്ചു തരാം. ടിക്കറ്റിൻ്റെ വിലയൊക്കെ കേട്ടോ. ടിക്കറ്റ് മേടിച്ച് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു പരിപ്പാണ് 40 രൂപ. നമുക്കൊരു ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് ഊഞ്ഞാലാടിയിട്ട് മുന്നിലോട്ടുള്ള യാത്ര. അവിടെ ഇരുന്ന് ചെയ്യണായിരിക്കട്ടെ നല്ലത്. ആ പയ്യൻ ചെയ്യണ സ്ഥലത്ത് നിന്ന് നൈസ്. ഗാതുട്ടി ഒന്ന് ഇരുന്നേ. ഇരുന്നോ ഗൈസ്. കപ്പലണ്ടി മിഠായി തിന്നുന്ന ഗാതുട്ടി. ഗാതുട്ടിയുടെ കപ്പലണ്ടി മിഠായി വിദഗ്ധമായി തിന്നുന്ന അമ്മ. കയറിയിരുന്നോ? നേരെ ഇരുന്നോ? ഇത് ഏറ്റവും മിനിമമാണ്. ഊഞ്ഞാല് ശ്വാസം മുട്ടി നിൽക്കുന്ന കാര്യം വലിയ കാര്യത്തിനും കയറിയതാണല്ലോ. അച്ഛൻ്റെ നിർദ്ദേശം. ഗൈസ് നമുക്ക് ആ ഊഞ്ഞാല് കയറി നോക്കാം. ഈ ഊഞ്ഞാലൊരു സുഖമില്ല ഗൈസ്. നമുക്ക് അതാണ് ഒരു പെർഫെക്റ്റ് ഊഞ്ഞാൽ. ആ പെർഫെക്റ്റ് ഊഞ്ഞാൽ നമുക്ക് കയറി നോക്കാം. എന്താണ് ഗൈസ് ഊഞ്ഞാൽ? കുഴപ്പമൊന്നുമില്ല. നല്ല ഗൈസ് നമ്മൾ ഉണക്കമരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. വേണ്ട, റിസ്ക് ഇല്ല ഗൈസ്. റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് സാഹസികമായിട്ട് ചെയ്യാൻ പോയതാണ്, പക്ഷെ വിശ്വാസ്യതയില്ല ഗൈസ്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് കിടക്കും. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പുഴയൊക്കെ പോയി കാണാം. ഗൈസ് നടന്ന് വന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ്. താഴെ നോക്കി നടക്കാം. ദിസ് ഈസ് ജസ്റ്റ് വൺ സൈഡ് ഗൈസ്. ഇനിയും നമുക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു. നമ്മൾ വീണ്ടും ട്രാവലിലേക്ക്. പച്ചപ്പ് ആഗ്രഹിക്കുന്നത്, കാട്ടിൽ ട്രാവൽ ചെയ്യുന്ന പോലത്തെ ഫീല് വേണ്ടവർക്കും വരാം. ഫുള്ളി അടിപൊളിയാണ്. ഇതാണ് നമ്മൾ വന്ന റൂട്ട്. കൂടെ നടക്കാം. ഡേഞ്ചർ ഓഫ് ഡ്രോൺ. മുങ്ങാൻ സാധ്യതയുണ്ട്. ആ എക്സ്ട്രക്ഷൻസ് തന്നെ
ഗൈഡ്സ് എല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. അതെ, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന ഗൈഡ് ചേച്ചി. ഹായ്. ഇതാ ഇവിടെ ആനകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല പച്ച 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 പൂമ്പാറ്റ. റയർ വ്യൂസ്. ആളെ കണ്ടുകഴിഞ്ഞപ്പോൾ പറന്നു പോയതാ. പക്ഷെ ഇത് ആദ്യമായിട്ട് വേണം കേട്ടോ പച്ചച്ചിറക്. അല്ലേ, ഇതിന് മുമ്പ് കണ്ടിട്ടില്ലേ? ഗൈസ്, നമ്മൾക്ക് ഇതിൻ്റെ മേളിൽ പോയിട്ട് എന്താ സംഭവം എന്ന് നോക്കാം. നമുക്കൊരു നല്ല വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. എക്സ്പെരിമെൻ്റൽ. ഓക്കെ, ഓൺ ടോപ്പ് എത്തി. ഇതാ അവിടെ നമ്മുടെ അമ്മയും അച്ഛനും അനിയത്തി നിൽക്കുന്നുണ്ട്. ഇതാണ് ഒരു അടാറ് വ്യൂ. നല്ല പൂക്കളുണ്ട്. മോസ്റ്റ് ബ്യൂട്ടി. അങ്ങോട്ട് പോയ കാടാണ്. ഇവിടെ കോഷനൊക്കെ തന്നിട്ടുണ്ടായി, കാട്ടാനിറങ്ങുന്നു. അപ്പോൾ വൈകുന്നേരം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ അലൗഡല്ല. അപ്പോൾ തിരിച്ചിറങ്ങാം. ദേ അച്ഛൻ ഹായ് തരുന്നുണ്ട് നമുക്ക്. ഇതുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മുടെ വ്ളോഗർ. ഇതേ പോയി. ഹായ് തരുന്നുണ്ട്. ക്രോസ് ചെയ്യലിപ്പോൾ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളം ഫുള്ളാണ്. യെസ്, വെള്ളം ഫുള്ളാണ്. നോക്കി നോക്കി നടക്കും. ആന ഇറങ്ങണ സ്ഥലമാണ്. ആനപ്പിണ്ടം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്, ആന ഇറങ്ങും. ആനപ്പിണ്ടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. അല്ല, ആനപ്പിണ്ടം തന്നെ നമുക്ക് കാണാം. ഇനി കുരങ്ങന്മാരുടെ ഏരിയ ആയിരിക്കാം. അതൊട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച പലഹാരം കൊടുക്കില്ല. വീണ്ടും കുറെ ഊഞ്ഞാൽ. രാജാവ് ഇരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഇരിക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കയറുക. ഷൂട്ടിങ്ങാണോ? ഫോണാണോ? ഇന്നത്തെ കുറച്ച് വെള്ളം കുടിക്കാൻ കഴിച്ചു. വെള്ളം വ്ളോഗറെല്ലാം വ്ളോഗ് ചെയ്യും. നിൽക്ക് നാരങ്ങ വെള്ളമാണ് കഴിച്ചത്. അതാണ് അതുട്ടിക്ക് ഇത്ര വലിയ ആക്രാന്തം. ഗൈസ്, നമ്മളിനി ഒരു ബ്രിഡ്ജിൽ കൂടെ കയറി അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. അപ്പുറത്തെ സൈഡിൽ നമുക്ക് കയറാം. കഴിഞ്ഞ തവണ വന്നപ്പോൾ ബ്രിഡ്ജ് കയറാൻ പറ്റില്ലായിരുന്നു. നിറയെ വെള്ളമായിരുന്നു, കുത്തൊഴുക്കായിരുന്നു. അതിനും പറ്റിയില്ല. ഇതായിത്തവണ പറ്റി. നമുക്ക് അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം.
പേടിച്ച് വരച്ചാട്ടാ. ഇടി കൊടുക്കുന്നത് നമുക്ക് കേൾക്കാട്ടാ ഗൈസ്. നമ്മളത് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുക. ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇപ്പുറത്തെ സൈഡിലുണ്ട്. ബാ ഇപ്പുറത്ത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് എങ്ങോട്ടോ ഇറങ്ങണയാണ്. ഇപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഗായ്സ് പൊളി. ഇതാണ് വൈബ്. നമ്മളിവിടെ വിശാലമായിട്ടിരുന്ന് നമ്മുടെ കയ്യിൽ ഒരു പഴംപൊരി ഉണ്ട്. ഓക്കെ, നല്ല ഫ്രഷ് പഴംപൊരി, നല്ല വൈബുള്ള സ്ഥലം. ഓക്കെ, നമുക്ക് കഴിക്കാം. അടിപൊളിയാണ്. നമ്മൾ വന്ന വഴിക്ക് ലൈവായിട്ട് നല്ല ചൂടുള്ള അടുപ്പോളം ഉണ്ടാക്കുക ആ കൂട്ടത്തില്ലേ, അന്നേരം പഴംപൊരി അടിപൊളി സാധനം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടുന്ന് ഉറപ്പായിട്ടും പഴംപൊരി മേടിച്ച് കഴിക്കാം. പരിപ്പോടെ എങ്ങനെയുണ്ട്? പഴംപൊരി പോലെ തന്നെ പരിപ്പോടെയും അടിപൊളിയാണ്. നമുക്ക് ഗാതുട്ടിയുടെ പകുതിയും കൂടി കിട്ടിയിട്ടുണ്ട്. അത്രയും മതി, കൊള്ളാം. ഗാതുട്ടി അപ്പുറത്തോട്ട് കടന്നു. നമുക്ക് അപ്പുറത്തോട്ട് കിടക്കണ്ടേ? അതിനല്ലേ വേണ്ട, അമ്മ അവിടെ ഇരുന്നു. നമ്മൾ അപ്പുറത്തെ സൈഡോട്ട് കിടക്കാൻ ശ്രമിച്ചു നോക്കാം. എല്ലാം കൂടി പോകും. നമ്മളത് കടന്നു. നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചത് കണ്ട, അവിടെ ഇരുന്നാണ് കഴിച്ചത്. നമ്മളിങ്ങനെ ക്യാമറ ആടി പോവും. ഒരു ചാട്ടം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ലൊക്കേഷനിലോട്ട് അങ്ങോട്ട് കയറുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാം. ഇവിടെ ശരി തന്നെ ഉണ്ട്. കണ്ടോ എക്സ്ക്ലൂസീവ് ഫുട്ടേജസ്. നമ്മൾ ഈ കാടും പടലും ഒക്കെ കഴിഞ്ഞു. ഓക്കെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. കയറാൻ വേണ്ടി പരിശ്രമിക്കുന്ന രണ്ടുപേർ. അമ്പോ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച വ്യൂ. ഗൈസ്, നമ്മൾ പറഞ്ഞ വ്യൂ ഇതാണ്. ഇതവിടെ വീണ്ടും വേറൊരു പാലമുണ്ട്. നമ്മൾ ആ പാലവും കഴിഞ്ഞു. ഇതൊരു ചെറിയ പാലമായിരുന്നു. നമ്മളിനി അവിടെ കുറച്ചും കൂടി നല്ല വ്യൂ ഉണ്ട്. അതാണ് നമ്മുടെ എൻഡ് ഓഫ് ദ വ്യൂ, കാണേണ്ട വ്യൂ. അപ്പോൾ ഒരു ചെറിയ പാലം കൂടി ഉണ്ട്. ഇതാ
അത് എന്താ അവളെ അച്ഛനെടുത്ത് കയ്യിലോട്ട് പിടിച്ചു. ഗായ്സ്, നിങ്ങൾക്ക് അവിടെ ഒരു റെഡ് ഫ്ലാഗ് കാണുന്നുണ്ടോ? എൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണിയാണ്. ആ, അവരതിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ പോവാം. നമുക്ക് ചുവന്ന കൊടി വരെ പോവാം. ഇവിടെ നമുക്ക് ആരോ ഇട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോ ആണ്. ഈ ആരി കൂടെ അമ്മയുടെ വരുന്നുണ്ട്. നമുക്ക് ഈ ആരോ ഇട്ട സ്ഥലത്ത് കൂടിയാണ് പോകാൻ അനുവാദമുള്ളൂ. അതർവൈസ് ഇറ്റ്സ് ടു ഡേഞ്ചറസ്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം. നല്ല തണുത്തുള്ള കേട്ടോ. പയ്യെ 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 വാ 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 വാ. അതാ വെള്ളത്തിൻ്റെ ഒഴുകാ, കുഴപ്പമില്ല. നമുക്ക് ഇടി കൊടുക്കുന്ന സൗണ്ട് കേൾക്കണ്ട. നിങ്ങൾക്ക് കേൾക്കണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇടി കൊടുക്കുന്നുണ്ട്. ആ കൈ ഇടുക. ഓക്കെ. ആരോ ഇങ്ങോട്ടാണ്. നമുക്ക് ഇതാ ഇതിൽ കൂടെ കയറിയിട്ട് പിന്നെ ഫുൾ ആരോ കേട്ടോ ഗൈസ്. നമ്മൾ ഇതാ അവിടെ ഒരു സ്റ്റോപ്പും ഉണ്ട്. ഇതിൽ കൂടെ നമുക്ക് അടുത്തെത്തുമ്പോൾ കാണാം. ഇതാ അങ്ങ് കാണുന്നതാണ് ഗൈസ് നമ്മുടെ പോര്, പാണിയേലി പോര്. മൂന്ന് വെള്ളച്ചാട്ടം കൂടി വന്നാണ്ടാവും 3 സ്ഥലത്തു നിന്ന്. അത് സംഗമിക്കണ ഇവിടെയാണ് പോരെന്ന് പറയണത്. ആ സ്റ്റോപ്പ് ഇത് എഴുതിക്കണം. സ്റ്റോപ്പ് എഴുതി വെച്ചാൽ അവിടെ വരെ പോവാം. അതാണ് നമ്മുടെ സ്ഥലം. എല്ലാവരും തന്നെ ഇവിടെ നമുക്ക് വേറൊരു സാറിരിപ്പുണ്ട്. നമ്മുടെ കയ്യിലോട്ട് വെള്ളം എപ്പിച്ചിട്ടുണ്ട്. മനോഹാരിത പാണിയേരി പോലെ. ഇതാ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോപ്പ്, നമ്മുടെ സ്ഥലം എത്തിയാണ്. ഇതാണ് നമ്മൾ നിൽക്കേണ്ട സ്ഥലം. ഇതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാവും. പക്ഷേ അവിടെ സാറിരിപ്പുണ്ട്. അവിടെ ഒരു സാറിരിപ്പുണ്ട്. സാർ അതിന് സമ്മതിക്കുന്നില്ല. നല്ല സൗണ്ട്. ആക്ച്വൽ സ്പോട്ട് ഇവിടെ വരെയാണ്. ഇതേ കാണാം. ഇവിടെയൊക്കെ ചുവന്ന കൂടി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ഇനി പോകാൻ പാടില്ല. ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്, പക്ഷേ അത് ട്രെയിനൊക്കെ തരും. നമ്മളാ കാണുന്ന 3 മല, 1, 2 അപ്പുറത്ത് 3 മലയെന്നും കൂടി വന്ന 3 മലയും കൂടി വന്നു. മഴ പൊടിയുണ്ട്. നമ്മൾ തിരിച്ച് നടന്നു പോവാം. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നടക്കുക. എൻ്റെ പുറകിലാണ് അതിമനോഹരമായ കാഴ്ച.
ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സാറിൻ്റെ ചീത്ത നമ്മൾ കേൾക്കും. വേണ്ട, അച്ഛനാത്ത മണിക്കൊന്നും വേണ്ട. ഇത് വന്ന വഴി കൂടെ തിരിച്ചു പോകും. നല്ല കണക്കാണ്. ഇവിടെ നന്നായിട്ട് ഇവിടെ തന്നെ ഒരു ഫോട്ടോഷൂട്ടിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ അതാണ് ലൊക്കേഷൻ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ ഗൈസ്. ഫുൾ ടീമാന്ന് തോന്നും. ഫുൾ ട്രിപ്പിംഗ് ആയിട്ട് വന്നങ്ങനെ കുറേ ടീം പറയലുണ്ട്. അവരുടെ സൗണ്ടാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നത്. അവരും തിരിച്ചു പോകാനുള്ള പുറപ്പെടലാണ്. മഴ നന്നായിട്ട് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ ഫോൺ നമ്മുടെ കൈ പിടിച്ചില്ലെങ്കിൽ ഇതെവിടെ അച്ഛനും മോളും കൂടി പോണേ? അവർ വേറെ ഏതെങ്കിലും വഴി പോകും. അവിടെ പോകാൻ പാടില്ലല്ലോ. ആ ഇതിൽ കൂടെ തന്നെയാണ് നമ്മൾ വന്ന വഴി. അതല്ലേ? അല്ല, ഇതാ. ആ നമ്മൾ വന്ന വഴി ഇതാ. ഇതാ, ഇതാ. അവിടെ ഉണ്ടോ? അവിടെ നിൽക്കാൻ പറ്റുമോ? വേണ്ട വേണ്ട, അവിടെ ഷോപ്പിൽ അവിടെ തട്ടി കഴിഞ്ഞാലേ ഇത് പോകണ ഡേഞ്ചറസ് ആണ്. മഴ പൊടിയണേൻ്റെ എല്ലാവരും കയറി തുടങ്ങി. മഴ നമുക്ക് പൊടിയൊന്നും കാണാൻ പറ്റുമെന്നറിയില്ല. സ്ക്രീൻ മൊത്തം വെള്ളമായിട്ട്. നമ്മൾ ആ വഴി പോയതായിരുന്നു, പക്ഷേ അവിടെ കിടക്കാൻ സ്ഥലമില്ല. ഈ ഒരു അവിടെ ഒരു പാലം, ആ പാലത്തിൽ കൂടെ മാത്രം അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനുള്ള വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം. വി ആർ ഓൺ ദ വെയിറ്റിംഗ് ലിസ്റ്റ്. നല്ല വെള്ളമാണ്. വഴിയാണ് നമ്മൾ കയറുക. പറ്റില്ല. അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി പ്രശ്നമുള്ള പോയി. നിങ്ങൾ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടത് ഇതാ കാണുന്ന സ്ഥലമാണ്. ഇതാ രണ്ട് മരമില്ല, അതിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള മഴ പെയ്യുമ്പോൾ ചെറിയൊരു തുള്ളി അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വീഡിയോ ആണ് കണ്ടത്. ഇനി തിരിച്ച് വീണ്ടും നമ്മൾ നടക്കുകയാണ്. ഡയലോഗ് വേണോ? മരത്തിൽ കയറി കിടക്കണ കുരങ്ങെന്ന്. കിടക്കുമ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂ ഇതാട്ടോ ഗൈസ്. ഇത് നമ്മളതിൻ്റെ ഇപ്പുറത്തുള്ള മരത്തിന് കയറാൻ പറ്റുന്നു. നമ്മൾ ഏറെക്കുറെ പക്ഷെ ഇവിടെ ഇരിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ് ഫൈനലി കുറച്ച് മല്ലുപിടുത്തങ്ങൾക്ക് ശേഷമാണെങ്കിലും നമ്മൾ ആ മരത്തിൻ്റെ മേലെ കയറി. ഇതാ ഇത്ര താഴെ ഉള്ളൂ. അവിടെ അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. മരത്തിൻ്റെ മേളിൽ നിന്ന്
നമ്മൾ നേരത്തെ കണ്ട ആ ലൊക്കേഷനിൽ ഞാൻ അവരിരുന്നോടത്താണ് ഞാൻ കിടന്നത്. എൻ്റെ മരത്തിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. മരത്തിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റുന്നൊക്കെ ഉള്ളവർ എൻ്റെ മേളിലൊക്കെ കയറി വന്ന് നോക്കുക. കുഴപ്പമൊന്നുമില്ല, സേഫാണ്. വീണാലും ഒന്നും പറ്റാനൊന്നും പോകുന്നില്ല. സേഫ് ലൊക്കേഷനാണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വൻ കാടാണ്. ഇപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് നമ്മൾ വന്ന വഴിയാണ്. നമ്മുടെ അവിടെ ഇല്ലേ, അവിടെ ആയിട്ടാണ് നമ്മൾ വന്ന വഴിയാണ്. ഇനിയിപ്പോൾ എൻ്റെ മേളിൽ നിന്നിട്ട് കാര്യമില്ല, അവർ താഴത്തോട്ടിറങ്ങി. ഇനി ഞാനും താഴത്തോട്ടിറങ്ങാം. ഓക്കെ ഓക്കെ. എന്താണ് വിഷമം? എന്താ? എനിക്ക് ഊഞ്ഞാലാടാൻ പറ്റുന്നത് അവിടെ കുറച്ച് പേര് ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾക്കും ഊഞ്ഞാലാടണം. എന്താ അവരതിൻ്റെ മണ്ടയിൽ കയറി നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഫോട്ടോയാ അവരുടെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വരാം. അതാ നമ്മൾ കയറി ഇരുന്നുണ്ട്. എന്നാ നീ ഇപ്പുറത്തിരുന്നു. നമുക്ക് ഓടിപ്പോവാം. നമ്മളിരുന്നുണ്ട് ഗൈസ്. എന്നാൽ എടാ കണ്ണാ, നീ അടിക്കോ? നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിട്ടോ ഗൈസ്. ഇതൊരു സൈഡ് സ്ഥലമാണ്. അവിടെയാണുള്ളത്. ക്യാമറ നോക്കിയല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മിക്ക ഫൂട്ടേജസിലും അങ്ങനെ ആയിരിക്കും. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഫസ്റ്റത്തെ വ്ളോഗാണ്, അപ്പോൾ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എന്നാൽ കൂടി ചെറിയൊരു ട്രിപ്പ് നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡ് കാണിക്കാണ്. ഇവിടെയൊക്കെ വെള്ളം കയറുന്ന കേട്ടോ. വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഈ ഏരിയയൊക്കെ, ഈ മണലൊക്കെ കാണുന്നത് വെള്ളം കയറിയിട്ടാണ്. നമ്മൾ വന്ന വഴിക്ക് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ക്ലിയറായിട്ട് കാണാം. പക്ഷേ ഇപ്പം ഇനി കാണില്ല. ഇപ്പം ഇങ്ങനത്തെ മണലാണ്. ഇതിപ്പോൾ വെള്ളം വന്നിട്ട് കയറിയതാണ് ഊരാഹ്. അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചത്. ഇപ്പുറത്തെ സൈഡ് അടിയിട്ട്, പക്ഷെ ഇപ്പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇവിടെയൊക്കെ മരത്തിൻ്റെ ഇതും കയറും വെച്ച് വിലക്കിയിട്ടുണ്ട്. പറ്റാവുന്നതിൻ്റെ അറ്റത്ത് നിന്നതാ. ഇതാണ് വ്യൂ. ഇതിപ്പുറത്തെ സൈഡിലുള്ള വ്യൂ ആണ്. നമ്മൾ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന അവിടെയാണ്. അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നടന്നിട്ടുള്ള വ്യൂ. അപ്പോൾ യാതൊട്ടിക്ക് ഊഞ്ഞാലാടി മടുത്തിട്ടില്ല. ഊഞ്ഞാലാടെന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് ഊഞ്ഞാലാടുമ്പോൾ മോങ്ങുകയും ചെയ്യുന്ന. അതെ, ഊഞ്ഞാലാടണം, പക്ഷേ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനും പാടില്ല. അവൾക്ക് അവിടെ ആടി തീർന്നില്ല. ഇറങ്ങാൻ പറ്റുള്ളാന്ന്. ഇറങ്ങ് എന്നിട്ട് ചാടി ഇറങ്ങിക്കോ. ചാടി അവിടെ നിന്ന് ചാടിക്കോ. ചാടി. ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാൻ പോലും അറിയില്ല ഗൈസ്. തിരിച്ച് നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഒരു ഓട്ട മത്സരം. അങ്ങനെ ഇങ്ങനെ ഒന്നും ഓടിക്കൊപ്പിക്കാൻ പറ്റില്ല.
എറണാകുളത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. പെരുമ്പാവൂരിൽ നിന്ന് 21 പോയിൻറ്റ് സംതിങ് കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് വേറെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ നേച്ചറിനെയും വെള്ളത്തിനെയും ഇഷ്ടപ്പെടുന്നവർ, കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ താല്പര്യമുള്ളവർ നോക്കിയിട്ട് വരിക. നല്ല ഇടിമിന്നലുണ്ട് കേട്ടോ, നല്ല ഇടികുടുക്കമുണ്ട്. അപ്പോൾ കുളിക്കാനൊക്കെ പറ്റും ഇറങ്ങി. മഴ ഉണ്ടോ ഇല്ലയോ എന്നും കൂടി അത് നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും കേട്ടോ. മഴയുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സാറന്മാർ ഇറക്കില്ല. അതാ പുറകിൽ കാണുകയാണ് വേറെ വെള്ളം. അപ്പോൾ മഴയുണ്ടെങ്കിൽ ഇറക്കൂല, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി നിൽക്കാമായിരുന്നു. നമ്മളവിടെ നിന്ന് പറഞ്ഞോടത്തുനിന്ന് കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ്. അച്ഛനും അമ്മയും പുറകിലായിട്ടാ. ഞങ്ങളിവിടെ ഇരിക്കായിരുന്നു. അച്ഛനും കാതുട്ടിയും നടന്നു പോയി. അവർ കുറേ ഫ്രണ്ടിലെത്തി. നടക്കാം. അമ്മയ്ക്കൊരു കൂട്ടായിട്ട് ഞാനും ഇവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കാൻ കണ്ടു അവിടെ. അപ്പോൾ നമ്മൾ പുറകിലാണ്. അവരവിടെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പാറയുടെ അവിടെ കയറിയിട്ടുണ്ട്. നടന്ന് വന്നപ്പോഴാണ് ദേ പാറയുടെ മണ്ട കയറി ഇരിപ്പുണ്ട് രണ്ടുപേരും. അതെ, അവിടെ നിന്ന് രണ്ടുപേരും ഫോട്ടോ എടുത്ത് കളിക്കുകയാണ്. അമ്മയ്ക്ക് ക്ഷീണം ഉണ്ട്. അപ്പോൾ അമ്മ ഏതായാലും നടക്കുമ്പോൾ സ്ലോ ആവും. അതുകൊണ്ട് അമ്മ ഫ്രണ്ടിൽ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പാറയുടെ മടി കരുതാണ്. നമുക്ക് ഇതിൻ്റെ മണ്ടേ കയറായിരുന്നു, പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയറാൻ പാടില്ല. അവിടെ ബ്ലോക്ക് ഉണ്ട്. സ്റ്റേഴ്സിന് പ്രശ്നമുള്ള കാരണം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. വലിയൊരു ചുമതല കിട്ടി ഗൈസ്. ഇതാ എൻ്റെ കയ്യിൽ ബാഗ് ഏൽപ്പിച്ചിട്ട് അമ്മയ്ക്ക് പറ്റില്ലാണ്ടായി. ഇപ്പോഴും കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ മിക്കവാറും അവരെ തിരിച്ച് വിടാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ മഴ അവർക്ക് അവിടെ പോയി കാണാൻ പറ്റൂല, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ കണ്ട ആ സാർമാർ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല. ആദൂട്ടി അങ്ങോട്ട് ഓടിപ്പോയിട്ടാ, കിട്ടാനില്ല. ആൾക്ക് പയ്യെ നടക്കാൻ പറ്റില്ലാത്തതിൻ്റെ പേരിൽ ഓടിപ്പോയി. നമ്മളിപ്പോൾ നടന്ന് അതൊക്കെ കഴിഞ്ഞു. കുറേ നമ്മൾ നടന്നെത്തിണ്ട് കേട്ടോ. നമ്മൾ പഴംപൊരി മേടിച്ച കട വരെ എത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ തുടങ്ങിയ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അത്ര നടന്നു. ഇനി പറയുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ടും കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ നമ്മുടെ യാത്ര നടപ്പ് തീരം പോകും. അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഭയങ്കര ചെറുതായിട്ട് നോട്ടിഫൈങ് പ്ലേസ്. ഇവിടെ നിന്നാണ് നമ്മൾ പഴംപൊരി മേടിച്ചത്. ഫുള്ളൊന്ന് ആസ്വദിക്കണമെങ്കിൽ ഒന്ന് ഉച്ച കഴിഞ്ഞ് ഇറങ്ങുക. അപ്പോൾ നമുക്ക് 4 മണിയാകുമ്പോഴത്തേക്കും, ഇപ്പോൾ ഏകദേശം 4 മണിയായി.
എത്താം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നന്ദി വീണ്ടും വരിക. അപ്പോൾ നമ്മൾ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ തിരിച്ച് ലൊക്കേഷനിലെത്തുന്നുണ്ട്. ഗൈസ് ഫൈനലി കാറെത്തി. ഐ മീൻ കാറിൻ്റെ അടുത്തോട്ട് എത്തി. ഇനി നമ്മൾ തിരിച്ചു കയറി പോവുകയാണ്. സീറ്റ് ബെൽറ്റ് മസ്റ്റ് ഇട്ട ഗൈസ്, സേഫ്റ്റി ഫസ്റ്റ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി. അവിടെ സമയം രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ്. 4 മണി എന്ന് പറഞ്ഞാൽ ഒരു 4:30 വരെ, 4:30 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് കയറ്റും. മാക്സിമം എൻജോയ് ചെയ്യാൻ അരമണിക്കൂർ നമുക്ക് നടക്കാനുണ്ട്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നടക്കാൻ. പിന്നെന്താ നമ്മൾ അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഏകദേശം ഒരു ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കുള്ളിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ 4:30-ക്കുള്ളിൽ നിങ്ങൾക്ക് തിരിച്ച് അടിപൊളിയായിട്ട് യാത്ര അടുത്ത ഭംഗിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.